തീർച്ചയായും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് സമരങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് തുടക്കം തൊട്ട് സമരരംഗത്ത് യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ഇന്ന് വൈകിട്ട് മണ്ണത്തുംകുളത്ത് പ്രകടനം അടക്കമുള്ള വിഷയങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കൂ, ഇത് ഉത്തരേന്ത്യയിൽ കാണുമ്പോൾ മാത്രം ഹാലിളകുകയും ഇവിടെയാവുമ്പോൾ കണ്ണടച്ച് കളഞ്ഞേക്കാം എന്നുള്ള നിലപാടും സഹാക്കന്മാർ സ്വീകരിക്കുന്നത് ശരിയല്ല. ഹസീൽ ഖാന്റെ കാര്യത്തിൽ എന്തായിരുന്നു ഇവരുടെ നിലപാട്? ഉത്തരേന്ത്യയിൽ യുപിയിൽ അവിടെ വായുവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കേരളത്തിൽ സമരം ചെയ്യുന്നവർ ഇന്ന് അവരുടെ ഭരണത്തിന്റെ കീഴിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനം മുഴുവൻ തച്ചു തകർന്നു എന്നിട്ട് പോലും അതിൻ്റെ അകത്തൊരു പ്രതികരണം നടത്താൻ, എന്തിനേറെ അതിൻ്റെ അകത്തൊന്ന് ഒന്നൊന്ന് ഒരു വാക്കാൽ അനുശോചനം രേഖപ്പെടുത്താൻ പോലും തയ്യാറാവുന്നില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് PR പണി അല്ലാതെ വേറൊരു പണിയും പറ്റില്ല. അവരുടെ തലയ്ക്ക് ഏതെങ്കിലും ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ഈ നമ്മുടെ ആയുർവേദ സംവിധാനം വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നല്ല നെല്ലിക്ക സ്ഥലം അവരുടെ തലയ്ക്ക് വെച്ചു കൊടുക്കണം. അത്രമാത്രം വിവരക്കേട്, അത്രമാത്രം ഭ്രാന്ത്, അത്രമാത്രം ബോധമില്ലായ്മയാണ് ആ സ്ത്രീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കോട്ടയം എന്റെ നാടാണ്. 10:30 അവിടെ വിഷയമുണ്ടാകുന്നത്. ഏതാണ്ട് 11:00 കാര്യം അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് കോട്ടയത്തുണ്ടായിരുന്നു. അതിന്റെ പേരിൽ എന്റെ സഹപ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാവരും കരുതൽ തടങ്കലിലാണ്. ആ സമയത്ത് കൃത്യം 11:30 ആകുമ്പോൾ മന്ത്രിമാർ 2 പേർ അവിടേക്ക് എത്തുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയും ജില്ലയിൽ നിന്നുള്ള മന്ത്രി വാസവനും. ജില്ലയിൽ നിന്ന് മാത്രമല്ല, ആ നിയോജകമണ്ഡലം അടക്കം ശ്രീ വാസവന്റെ നിയോജകമണ്ഡലമാണ്. മന്ത്രി വാസവന്റെ നിയോജകമണ്ഡലത്തിൽ ഇരിക്കുന്ന ആശുപത്രിയാണ്. അപ്പൊ ഇവരെത്തുന്നു. ഇവരെത്തിയ ഉടനെ എന്ത് ഇൻഫർമേഷൻ പുറത്താണ്? അറ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. എന്താണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്? പോലീസാണോ, വിജിലൻസ് ആണോ, അതോ അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടിനാണോ? ആരാണ് അവർക്ക് വിവരം കൊടുത്തത്? അതിൻ്റെ ഉള്ളിൽ ആരുമില്ലെന്നും ഇത് കെട്ടിക്കിടക്കുന്ന സ്ഥലമാണെന്നും പൂട്ടിക്കിടക്കുന്ന സ്ഥലമാണെന്നും പൊളിക്കാനുള്ള കെട്ടിടമാണെന്നുമുള്ള ഇൻഫർമേഷൻ നിങ്ങളടങ്ങുന്ന മാധ്യമ പ്രവർത്തകരോട് രാവിലെ വാദോരാതെ പ്രസംഗിച്ച മന്ത്രിയാണല്ലോ ഉള്ളത്. അവർക്ക് ആരാണ് ഇൻഫർമേഷൻ കൊടുത്തത്? നോക്കൂ, അവർ പറയുന്ന വിശ്വസിച്ച് ജില്ലയിൽ നിന്നുള്ള MLA ശ്രീ ചാണ്ടി ഉമ്മനോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അവിടുത്തെ DCC നേതാക്കളോ KPCC യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങൾ ശരി മന്ത്രി പറയുന്നത് വിശ്വാസം എടുത്തേക്കാം, നമുക്ക് മാറിയേക്കാം, തൽക്കാലം ബാക്കി പരിപാടികളിലേക്ക് കടക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ സ്ത്രീയുടെ മൃതദേഹം എത്ര ദിവസം കഴിഞ്ഞായിരിക്കും നമുക്ക് കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെ ഏറ്റവും കുറഞ്ഞത് ജീവനോടെ വെളിയിൽ എടുക്കാനെങ്കിലും സാധിച്ചല്ലോ, പിന്നീട് അവർ മരണപ്പെട്ടു വെച്ചില്ല. പക്ഷേ മന്ത്രി പറഞ്ഞത് വിശ്വാസം എടുത്ത് ഞങ്ങൾ പുറകോട്ട് പോയിരുന്നെങ്കിലോ? ഞങ്ങൾ അപ്പോഴേ പറഞ്ഞത് അങ്ങനെയല്ല. നാട്ടുകാർക്കറിയാം. ഇന്നലെ മീറ്റിംഗ് കൂടാൻ വേണ്ടി അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന മന്ത്രിക്കല്ല, കൃത്യമായി അവിടുത്തെ നാട്ടുകാർക്ക് വിവരമറിയാം. അതുകൊണ്ട് അത് പൂട്ടിക്കിടക്കുന്ന സംവിധാനമല്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അതായത് തുടക്കത്തിൽ തന്നെ ഒരു സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി ഇത് അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തടി തപ്പാൻ വേണ്ടിയാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി വസന്ത്, ഇപ്പോ ശരി, എല്ലാം ശരിയാണ്. ഇപ്പൊ ഹാരിസ് ഡോക്ടറിന്റെ വിഷയത്തിൽ സംഭവിച്ച കാര്യത്തിനും ഒക്കെ നീതിയുടെ ആ മരം വെട്ടിമുറിക്കരുത് എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. അത് വളച്ചൊടിക്കാനുള്ള കഴിവുമുണ്ടല്ലോ സർക്കാരിന്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കോൺഗ്രസ് ഇപ്പൊ പ്രതിപക്ഷ പാർട്ടി എന്നതിലുപരി ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇത് ജീവന്റെ കൂടെ പ്രശ്നമാണ്. നീതി വേണ്ടത് ജനങ്ങൾക്കാണ്. അതിന് കോൺഗ്രസിന്റെ ഈ പറയുന്നത് പോലെ പ്രതിഷേധങ്ങൾക്കും അപ്പുറം കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഉറപ്പായും വേണ്ടേ? തീർച്ചയായും, അതിൽ യാതൊരു സംശയം. ഞങ്ങൾ ക്ലിയർ കട്ടായി ഈ വിഷയങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ പാരസിറ്റാമോൾ കമ്പനിയിൽ നിന്ന് ഡേറ്റ് കഴിഞ്ഞ് പാരസിറ്റാമോൾ പോലും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറയുന്ന താലൂക്ക് ആശുപത്രികളിൽ. നമ്മളത് ഉയർത്തി കാണിച്ചതാണ്. നോക്കൂ, ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് സംഘടനാപരമായി ഞങ്ങൾ തെരുവിൽ മന്ത്രിമാരെ നേരിടുമെന്നതിനോടൊപ്പം തന്നെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ആ മരണപ്പെട്ട സ്ത്രീ അവര് രക്തസാക്ഷിയാണ്, ഈ ആരോഗ്യ സംവിധാനത്തിന്റെ രക്തസാക്ഷിയാണ്. അവർക്ക് ആവശ്യമായ സഹകരണം, അവർക്ക് ആവശ്യമായ നിയമസഹായം, അവരുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം കോൺഗ്രസ് ചെയ്തു കൊടുക്കും. മാത്രമല്ല, ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഞങ്ങൾ നേരിട്ട് ഈ സംവിധാനത്തിനെതിരെ, ഇവർ പറഞ്ഞ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നാണല്ലോ, ആരോഗ്യമന്ത്രി ഉൾപ്പെടാത്ത സിസ്റ്റമാണെങ്കിൽ അങ്ങനെ, അതിനെതിരെ ഞങ്ങൾ നിയമ സംവിധാനത്തെ കൈകാര്യം ചെയ്യാൻ അവരെ സമീപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതർത്ഥത്തിലുള്ള പിന്തുണയും ഈ കൊല്ലപ്പെട്ട സ്ത്രീക്കും അവരുടെ കുടുംബത്തിനും നിങ്ങൾ കൊടുക്കും. തെരുവിൽ കരിങ്കോടി കണ്ടല്ലാതെ ആരോഗ്യമന്ത്രിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ പോലും കരിങ്കൊടി കണ്ട് ഞെട്ടി ഉണരേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പോകാൻ പോകുന്ന ദിവസങ്ങളാണ്. വലിയ സമരങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങളുമായി കോൺഗ്രസ് ഉണ്ടാവും. അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ഒപ്പം ചേർന്നുള്ള സമരമായിരിക്കും, അവരെ അണിനിരത്തിയുള്ള സമരമായിരിക്കും, അവർ നയിക്കുന്ന സമരമായിരിക്കും. ഈ സംവിധാനത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഇതിനെ തച്ചു തകർത്ത ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഏതെങ്കിലും ഓർത്തഡോക്സ് സഭയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിന്റെയോ പിന്തുണയോടുകൂടി മന്ത്രിസ്ഥാനം മേടിച്ചെടുക്കുന്ന അത്ര സുഖകരമല്ല പ്രവർത്തിക്കുക എന്നുള്ളത് അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി അവർക്ക് മനസ്സിലാകാൻ പോവുകയുമാണ്.
ഇതിനു മുമ്പും ആരോഗ്യ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. തെരുവുകളിൽ സമരം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. എന്തു ഫലം കണ്ടു? ജനങ്ങളുടെ ജീവിതം ഇപ്പോഴും ഇതുപോലെ ഏതെങ്കിലും കെട്ടിടത്തിന്റെ അടിയിൽപ്പെട്ട് പോവുക തന്നെയാണ്. അല്ല നോക്കൂ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് ലൈം ലൈറ്റിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജനശ്രദ്ധയിലേക്ക് വന്നത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ ഡോക്ടറിന്റെ ഒരു വെളിപ്പെടുത്തലോടുകൂടിയാണ് ഇത്രമാത്രം ഇത് പ്രശ്നമായെന്ന് വരുന്നത്. അന്ന് മുതൽ കോൺഗ്രസ് സമരം ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ നിയമ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം സഭ കൂടിയിട്ടില്ല. സഭ കൂടുമ്പോൾ നിയമസഭയ്ക്കുള്ളിൽ ഇത് വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരും. അതിന്റെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകും. തീർച്ചയായും ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണുന്നതോടൊപ്പം വസന്തത്, ഇതിപ്പോ ഈ ഡോക്ടർ ഹാരിസ് പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഉൾപ്പെടെ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന എനിക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ദയനീയമായ അവസ്ഥ. അതുപോലെ വസന്തനും അറിയാം കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായതാണ് കോഴിക്കോട് എത്ര തവണ. വയനാട് മെഡിക്കൽ കോളേജ്, എത്ര മെഡിക്കൽ കോളേജുകളിലാണ് നമ്മുടെ കേരളത്തിന്റെ ഈ പറയുന്ന സർക്കാർ ആശുപത്രികൾ ഒന്നിലെങ്കിലും മനസമാധാനമായി പോകാൻ കഴിയുമോ നമുക്ക് എന്നെങ്കിലും? അതാണ് ഇതിനെ തുറന്നു കാണിക്കുന്നവരെ ഇവരെന്താ ചെയ്യുന്നത്? കേന്ദ്രത്തെ വിമർശിക്കുന്നവരെ രാജ്യവിമർശകരാക്കുന്നത് പോലെ ഇവരെ വിമർശിക്കുന്നവരെ ഇവർ സംസ്ഥാനത്തെ വിമർശിക്കുകയാണ്. കേരളത്തിനെതിരാണ്, കേരള വിമർശനമാണ്, കേരളം നമ്പർ 1 ആണ് എന്നുള്ള PR എക്സസൈസിലൂടെ ഇവരുടെ സൈബർ കടന്നലുകളെ വിട്ട് ആക്രമിക്കുകയാണ്. അത് ആ ഡോക്ടറുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഹാരിസിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, അങ്ങടങ്ങുന്ന മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്, ഞാനടങ്ങുന്ന പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ആരെങ്കിലും വിമർശിച്ചാൽ അവരെ വേട്ടയാടാനാണ് ഇവർ തയ്യാറായിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടക്കം വിവിധ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം കൂടെ ഇപ്പോൾ അതിന്റെ ഒരു പീക്ക് ലെവലിലാണ് എത്തിയിരിക്കുന്നത്. ഇവരുടെ PR എക്സസൈസ് അന്ന് ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണല്ലോ എന്ന് ഇവർ പറയുന്ന PR എക്സസൈസ് അത് വിശ്വസിച്ചിരുന്ന ജനം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഒരുപാട് സംഭവങ്ങളായെന്നും ഇത് വലിയ സംഭവമാണെന്നും ഈ സംവിധാനത്തിൽ ഒറ്റപ്പെട്ട ഒരിടത്ത് പോലും ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു നല്ല കാര്യം ചൂണ്ടിക്കാണിക്കാനില്ലെന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വാഭാവികമായി ആ ജനങ്ങൾ തന്നെ തെരുവിലേക്ക് സമരവുമായി ഇറങ്ങും. അതിന്റെ നേതൃത്വം കോൺഗ്രസ് കൊടുക്കുകയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.